നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏവർക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. വളരെ കൺഫ്യൂസിംഗ് ആണെന്ന് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ഒരു 8ാം ക്ലാസ് മുതൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാനുണ്ട്. 8 മുതൽ ഇനി അങ്ങോട്ട് എത്ര നാൾ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നുണ്ടോ അത്രയും നാൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നന്നായി അറിയാവുന്നവരൊന്ന് കേട്ടു നോക്കുക. കാരണം ഇതിൽ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോർഷനിലേക്ക് പോകാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എലമെൻറ്റിൻ്റെ കാര്യമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അല്ലേ? എലമെൻറ്റ്സിൻ്റെ കാര്യമാണ്. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്യുവറായിട്ടുള്ള, ഏറ്റവും പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ്സ് ആണ് എലമെൻറ്റ്സ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ള, നമ്മുടെ ബോഡി ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് പ്യുവർ സബ്സ്റ്റൻസ് ആണ് എലമെൻറ്റ്സ്. നമുക്കറിയാം ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ അങ്ങനെ തുടങ്ങി 118 എലമെൻറ്റ്സ് നമുക്കുണ്ട് എന്ന് നമുക്കറിയാം. അതിനെല്ലാം കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെൻറ്റിനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ എലമെൻറ്റ് ഏറ്റവും ചെറിയ രൂപമായ ആറ്റത്തിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. ആറ്റം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ജോൺ ഡാൾട്ടനെ ഓർത്തിരിക്കുക, ആറ്റം. ഓക്കെ, അപ്പോൾ ആറ്റത്തിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ആറ്റത്തിനകത്ത് 3 പാർട്ടിക്കിൾസ് ആണുള്ളത്, ഓർത്തിരിക്കുക. ഒരു ആറ്റത്തിനകത്ത് 3 പാർട്ടിക്കിൾസ് ഉണ്ട്. അത് ഒന്നാമത്തത് പ്രോട്ടോൺ എന്ന് പറയും, രണ്ടാമത്തത് ന്യൂട്രോൺ എന്ന് പറയും, മൂന്നാമത്തത് ഇലക്ട്രോൺ എന്ന് പറയും. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിങ്ങനെ 3 പാർട്ടിക്കിൾസ് ആണ്. അതിനെ സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ പറയും. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിങ്ങനെ 3 പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ ഇത് ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജും ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്ത കമ്പോണൻറ്റുമാണ്. ഒരു ആറ്റത്തിനകത്ത് പ്രോട്ടോൺ എന്ന് പറയുന്നത് അതിൻ്റെ പോസിറ്റീവ് ചാർജും അതുപോലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസും ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. ഇതിൽ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ, ഈ ന്യൂക്ലിയസിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് നീൽസ് ബോർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഇതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത സയൻറ്റിസ്റ്റാണ്, നീൽസ് ബോർ എന്ന് പറയും. അപ്പോൾ ബോർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റത്തിൻ്റെ സെൻറ്റർ പാർട്ടിലാണ് ന്യൂക്ലിയസ് കാണുന്നത്. ഓക്കെ, അതിന് ചുറ്റും ചില പാത്തുകളുണ്ട്, ചില ഓർബിറ്റുകളുണ്ട്. ഈ ഓർബിറ്റിൽ നമ്മുടെ ഇലക്ട്രോൺസ് ഇതിനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണുമാണുള്ളത്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നാണ് അതിൻ്റെ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, സെൻറ്റർ പാർട്ട്. നമ്മളിത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ സോളാർ സിസ്റ്റം ഓർമ്മ വരുമല്ലേ? സോളാർ സിസ്റ്റത്തിലെ സണ്ണിന് പകരം ഇവിടെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിലുള്ളത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോണുകൾ എന്ന് പറയുന്നത്, ന്യൂക്ലിയോൺസ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസ് ഇങ്ങനെ ഇതിന് ചുറ്റും ഒരു പർട്ടിക്കുലർ പാത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ഇലക്ട്രോണിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇലക്ട്രോൺസ് ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പ്രോട്ടോണിനെ പറ്റിയോ ന്യൂട്രോണിനെ പറ്റിയോ ഒന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. പകരം ഇലക്ട്രോണിനെ പറ്റി മാത്രമാണ് നോക്കാൻ പോകുന്നത്. ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഷെല്ലുകളിൽ ഇതിനെ ഓരോ സർക്കിളിനെ അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിനെയും ഓരോ പാത്തിനെയും നമ്മൾ പറയുന്ന പേര് ഷെൽ എന്നാണ്, ഷെൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ആറ്റത്തിനകത്തുള്ള സബറ്റോമിക് പാർട്ടിക്കിൾസ് 3 പാർട്ടിക്കിൾസ് ആണ്. 1 പ്രോട്ടോൺ, 2 ന്യൂട്രോൺ, 3 ഇലക്ട്രോൺ. അപ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ ആണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അതായത് നടുക്ക് ന്യൂക്ലിയസ് വരും, ചുറ്റും ഷെല്ലുകളുണ്ട്. ഓക്കെ, ഈ ഷെല്ല് 1 2 3 4 എന്നിങ്ങനെ നമുക്ക് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരും കൊടുക്കാം. അതായത് ഫസ്റ്റ് ഷെല്ലിനെ പറയുന്ന പേര് കെ ഷെൽ എന്നാണ്, രണ്ടാമത്തത് എൽ, മൂന്നാമത്തത് എം, അടുത്തത് വരികയാണെന്നുണ്ടെങ്കിൽ അത് എൻ എന്ന് പറയും. അപ്പോൾ കെ എൽ എം എൻ ഇങ്ങനെ പോവും ഷെല്ലിൻ്റെ പേരുകൾ, അല്ലെങ്കിൽ 1 2 3 4 എന്നിങ്ങനെ പോകും ഷെല്ലിൻ്റെ നമ്പർ. അതാണ് ഷെൽ. വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്ന പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ. അതിന് എനർജി ലെവൽ എന്നും പറയും. ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്ത്, അതാണിത് ഷെൽ എന്ന് പറയുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേര് എനർജി ലെവൽസ് എന്നും പറയും. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇലക്ട്രോൺസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായല്ലോ. അത് ഓരോ ഷെല്ലിലാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇത് പഠിക്കാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. കാരണം
കെ ഷെല്ലിൽ ഉള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കെ ഷെല്ലിൽ അടുക്കി വയ്ക്കാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ കെ ഷെല്ലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ് 2 ഓർത്തിരിക്കുക. എൽ ഷെല്ലിൽ വരുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ആണ്. എം ഷെല്ലിൽ വരുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം 18. എൻ ഷെല്ലിൽ വരുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം 32. ഓക്കെ, അപ്പോൾ കെ 2, എൽ 8, എം 18, എൻ 32. ഇങ്ങനെയാണ് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ ഒരു ചെറിയൊരു സൂത്രമണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2n² എന്നൊരു ഇക്വേഷൻ പഠിച്ചിരുന്നത് 2n². നിങ്ങൾക്ക് അഥവാ ഇത് പഠിക്കുന്നതാണ് എളുപ്പമെങ്കിൽ ഇങ്ങനെ പഠിച്ചോളുക. ഇങ്ങനെ പഠിക്കാൻ, കാണാതെ പഠിക്കാൻ അലർജി ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചോളുക 2n². ഇതിൽ എന്നിന് പകരം ഈ ഷെല്ലിൻ്റെ നമ്പർ കൊടുത്താൽ മതി. ഇത് കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 1 ആണ്. അപ്പോൾ 2 × 1² 2 കിട്ടും. 2 × 2² 8 കിട്ടും. 2 × 3² 18 കിട്ടും. 2 × 4² 32 കിട്ടും. ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 2n² എന്ന് പറയുന്ന ഈ ഇക്വേഷനെ കൊടുത്തേക്കുക. n എന്ന് പറയുന്ന n ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെൽസ്. എത്ര ഈ നമ്പറാണ്, ഏത് നമ്പറാണ് ഷെല്ലിൻ്റെ നമ്പർ ഏതാണെന്നാണ് n ഡിനോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓരോ ഷെല്ലിനകത്തും മാക്സിമം വയ്ക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം മനസ്സിലായല്ലോ. ആദ്യത്തെ ഷെല്ല് 2, രണ്ടാമത്തെ ഷെല്ല് 8, മൂന്നാമത്തെ ഷെല്ല് 18, നാലാമത്തെ ഷെല്ല് 32. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എങ്ങനെ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? ഏറ്റവും ആദ്യത്തെ എലമെൻറ്റ് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ആദ്യത്തെ എലമെൻറ്റാണ് ഹൈഡ്രജൻ. വളരെ പ്രത്യേകത ഉള്ളൊരു മൂലകം അല്ലെങ്കിൽ എലമെൻ്റാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ആറ്റമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നാണ് ഇതിൻ്റെ അറ്റോമിക് നമ്പർ. എന്താണ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പറൊക്കെ സിമ്പിളാണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അതിൻ്റെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ആൻ ആറ്റം. പ്രോട്ടോണിൻ്റെ എണ്ണം, അതാണ് അറ്റോമിക് നമ്പർ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിലൊരു പ്രോട്ടോൺ ആണുള്ളത്. ഓർത്തിരിക്കുക, അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും എപ്പോഴും സെയിം ആയിരിക്കും. ഏതൊരു ആറ്റം നമ്മൾ എടുത്ത് നോക്കിയാലും അതിലെ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. സോ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. നിങ്ങൾക്കറിയാം അല്ലേ? അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെ നോക്കുന്നില്ല, പോട്ടെ. നമുക്ക് ഇലക്ട്രോണിൻ്റെ എണ്ണം വേണമെങ്കിൽ എന്ത് മതി? അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിൻ്റെ സെയിം ആയിരിക്കും. ഓർത്തിരിക്കുക. സോ ഇലക്ട്രോണിൻ്റെ എണ്ണം, നമുക്കൊരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എങ്ങനെ പിടിക്കാം? അതിൻ്റെ അറ്റോമിക് നമ്പർ നോക്കിയാൽ മതി. അറ്റോമിക് നമ്പർ എത്രയാണോ അതാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം. ക്ലിയർ ആയോ? അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ എഴുതുന്നത് ദാ ഇവിടെയാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ H1 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈഡ്രജനിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. 1 ഇലക്ട്രോണാണ് ഹൈഡ്രജനുള്ളത്. ആ 1 ഇലക്ട്രോണിനെ നമുക്ക് 1 ഇലക്ട്രോണുള്ള അതിനെ അറേഞ്ച് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നോക്കി, ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ്. ഇതിനകത്ത് ഒരു ഷെല്ല്, ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ല്. ഈ കെ ഷെല്ലിൽ ഈ 1 ഇലക്ട്രോൺ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ഹൈഡ്രജൻ. ഇത്രയേ ഉള്ളൂ ഹൈഡ്രജൻ. ഓക്കെ, കെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് തന്നെ ന്യൂക്ലിയസ് ആണ്. ഇത് ന്യൂക്ലിയസ്, ഇത് എന്താണ്? ഇലക്ട്രോൺ. ആ 1 ഇലക്ട്രോൺ, ആകപ്പാടെയുള്ള 1 ഇലക്ട്രോൺ കെ ഷെല്ലിനകത്ത് കറങ്ങിക്കോളും. അതായത് ഹൈഡ്രജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 1 എന്ന് മാത്രം എഴുതിയാൽ മതി. 1 മാത്രം എഴുതിയാൽ മതി. രണ്ടാമത്തത് ഹീലിയമാണ്. ഹീലിയം നമുക്ക് നോക്കാം. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ ഇതിനകത്ത് ആകപ്പാടെയുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ഇലക്ട്രോൺ ആണ്. അതിനെ നമുക്ക് മാക്സിമം നമുക്ക് കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വയ്ക്കാൻ പറ്റും? മാക്സിമം കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വയ്ക്കാൻ പറ്റും. നേരത്തെ നമ്മൾ പഠിച്ചു. കെ എൽ എം എൻ ഇങ്ങോട്ട് ഒന്നുകൂടെ എഴുതിടാം. കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32. ഇത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആകപ്പാടെ 2 ഇലക്ട്രോൺ ഉള്ളത് നമുക്ക് ഇവിടെ വയ്ക്കാം, കെ ഷെല്ലിൽ വയ്ക്കാം. സോ കെ ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോൺസ് അങ്ങ് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇതെന്തായി? ഇപ്പോൾ ഇത് ഹൈഡ്രജൻ മാറി ഹീലിയമായി. ഇത്രയേ ഉള്ളൂ. 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളെങ്കിൽ ഇത് ഹൈഡ്രജൻ. ഇപ്പോൾ 2 ഇലക്ട്രോൺ വന്നു. സോ ഇറ്റ്സ് എ ഹീലിയം ആറ്റം. ഇത് ഹീലിയം ആറ്റത്തിൻ്റെ ബോർ മോഡലാണിത് അല്ലേ? കേട്ടാൽ ബോറാണെങ്കിലും ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണിത്, ടോപ്പിക്കാണിത്. ഓക്കെ, ഇനി മൂന്നാമത്തത് ലിഥിയമാണ്. ലിഥിയം എന്ന് പറയാൻ 3 വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് മൊത്തം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ഇലക്ട്രോൺ ഉണ്ടല്ലേ? ഈ 3 ഇലക്ട്രോൺ വരണമെന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോണിനെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. കെ ഷെല്ലിൽ അറേഞ്ച് ചെയ്യാം. കെ ഷെല്ലിൽ മാക്സിമം 2 വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മൂന്നാമത് 1 ഇലക്ട്രോൺ ഉണ്ടല്ലോ. ബാക്കി വരുന്ന 1 ഇലക്ട്രോൺ അതിനെ നമ്മൾ രണ്ടാമതൊരു ഷെല്ല് വരച്ച് അതിനകത്തേക്ക് കൊടുക്കുന്നു. അതായത് ആദ്യത്തെ ഷെല്ലിൽ നമ്മൾ 2 വെച്ചു, രണ്ടാമത്തെ ഷെല്ലിൽ നമ്മൾ 1 വെച്ചു. അപ്പം മൊത്തം 3 ഇലക്ട്രോണായി. സോ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് 2 1 2 1 എന്ന് നമുക്ക് പറയാം. ബോർ മോഡലാണിത്. ഈ എഴുതുന്ന നടക്കുന്നത് വരച്ചാൽ മതി, അല്ലെങ്കിൽ വരയ്ക്കുന്ന നടക്കുന്നത് എഴുതിയാൽ മതി. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്, ഒരു ബേസിക് ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ക്ലിയർ ആയോ? അപ്പോൾ ലിഥിയം നമുക്ക് കിട്ടിയല്ലോ, ലിഥിയം കിട്ടി. ഇനി നമുക്ക് 5 അറ്റോമിക് നമ്പർ 5 ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ്? നമുക്കിനി വരയ്ക്കണ്ട, നമുക്കിനി എഴുതി പോയത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു, നിങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്കുള്ളത് ബോറോൺ 5 ആണ്. ബോറോൺ. ഓക്കെ, ബോറോണിൻ്റെ ഈ ആറ്റത്തിൻ്റെ എണ്ണം മീൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? അറ്റോമിക് നമ്പർ 5 ആയതുകൊണ്ട് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ലാണല്ലോ ഒന്നാമത്തെ ഷെല്ല്. ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ വയ്ക്കാൻ പറ്റും? 2 ഇലക്ട്രോൺസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? കെ ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോൺസിനെ വയ്ക്കാൻ പറ്റും. ആ 2 ഇലക്ട്രോൺസിനെ കെ ഷെല്ലിൽ അങ്ങ് വെച്ചു. ബാക്കി നമ്മുടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 പോയി കഴിഞ്ഞാൽ 5 പിന്നെ 3 അല്ലേ? ശരിയല്ലേ? അപ്പം 3 ഇലക്ട്രോൺ. ആ 3 ഇലക്ട്രോണിനെ രണ്ടാമത്തെ ഷെല്ലിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അതിനെ നമ്മൾ രണ്ടാമത്തെ ഷെല്ലിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ കിട്ടി? നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,3 എന്ന് കിട്ടി. ഇതാണ് ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഓക്സിജൻ നോക്കാം. നമുക്കെല്ലാം അറിയാവുന്ന ഓക്സിജൻ 8 ആണ് അറ്റോമിക് നമ്പർ. 8 അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് കാണും? 8 ഇലക്ട്രോൺസ് കാണും. 8 ഇലക്ട്രോൺസ് കാണുമ്പോൾ അതിനെ ആദ്യത്തെ ഷെല്ലിൽ നമ്മൾ 2 ഇലക്ട്രോൺസിനെ വെച്ചു. ബാക്കി നമ്മുടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 2 ഇലക്ട്രോണിനെ വെച്ചു. ബാക്കി 2 മൊത്തം 8 ഇലക്ട്രോണാണുള്ളത്. അതിൽ 2 ഇലക്ട്രോണിനെ കെയിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബാക്കി 6 ഇലക്ട്രോൺ, 6 ഇലക്ട്രോൺസ്. അത് രണ്ടാമത്തെ ഷെല്ലിൽ വെച്ചു. ഓക്കെ, അപ്പോൾ ഓക്സിജൻ എത്രയായി? 2, 6. ക്ലിയർ ആയോ? ഇനി നമുക്ക് സോഡിയം നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 11 ആണ്. സോ ഇതിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? ഇലക്ട്രോൺസിൻ്റെ എണ്ണവും 11 തന്നെയാണ് അല്ലേ? അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ പിന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണം 11 തന്നെ അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞ എത്ര നേരം. ഓക്കെ, അതിൽ ആദ്യത്തെ ഷെല്ല് കെ ഷെല്ല് നമ്മൾ 2 എണ്ണത്തിനെ വെച്ചു. എൽ ഷെല്ലിൽ നമുക്ക് എത്ര എണ്ണം വെക്കാൻ പറ്റും? 8 എണ്ണം വെക്കാൻ പറ്റും മാക്സിമം. ആ 8 എണ്ണത്തിനെ വെച്ചു. അപ്പോൾ മൊത്തം എത്രയായി? 8 2 10. ബാക്കി എത്ര ഉണ്ട്? 1. അതിനെ നമ്മൾ മൂന്നാമത്തെ ഷെല്ലിൽ വെച്ചു. അതായത് സോഡിയം ഇങ്ങനെയായിരിക്കും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇത് സോഡിയത്തിൻ്റെ ന്യൂക്ലിയസ്. ഒന്നാമത്തെ ഷെല്ല് 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ല് 8 ഇലക്ട്രോൺ. 2, 4, 6, 8 ഇലക്ട്രോൺ. വൃത്തിയായിട്ടൊക്കെ വരയ്ക്കണം കേട്ടോ. ഞാനിവിടെ റഫായിട്ട് പെട്ടെന്ന് വരയ്ക്കണം, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകത്തില്ലേ? അതുകൊണ്ട് വീഡിയോ ലെങ്ത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് റഫായിട്ട് വരച്ചതാണ്. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. 2, 8, ഇവിടെ 1 ഇലക്ട്രോൺ. കണ്ടോ? ക്ലിയർ ആയോ? അടുത്ത മഗ്നീഷ്യം നോക്കാം. മഗ്നീഷ്യം 12 ആണ്. 12 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 12 വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? മഗ്നീഷ്യം 12 ഇതാ 2 ഇലക്ട്രോൺ ആദ്യത്തെ ഷെല്ലിൽ വെച്ചു. 8 ഇലക്ട്രോൺ രണ്ടാമത്തിൽ വെച്ചു. 2 ഇലക്ട്രോൺ മൂന്നാമത്തിൽ വെച്ചു. 2, 8, 2, 12 ആയി. ക്ലിയർ ആയോ? അലൂമിനിയം വന്നാലോ 13, ഇവിടെ 3 വരും. ഓക്കെ, ക്ലോറിൻ വന്നാൽ 17 വന്നു കഴിഞ്ഞാലോ 2 ഇലക്ട്രോണിനെ വെച്ചു. 8 ഇലക്ട്രോണിനെ വെച്ചു. 10, 7, 17. ഓക്കെ, ക്ലിയർ ആയോ? ഇനി തെറ്റുമോ? ഇല്ലല്ലോ, തെറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം വന്നാൽ എന്ത് ചെയ്യും? പൊട്ടാസ്യം നമുക്ക് നോക്കാം. പൊട്ടാസ്യം വന്നാൽ എന്ത് ചെയ്യുന്നു? പൊട്ടാസ്യം 19 ആണ് പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 19 ഇലക്ട്രോൺസ്. ഓക്കെ, 2 എണ്ണത്തിനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് 8 എണ്ണത്തിനെ വെച്ചു. ബാക്കി 9 എണ്ണം ഉണ്ട്. ആ 9 എണ്ണത്തിനെ വെച്ചു. ശരിയാണോ? അല്ല. ഇവിടെ നോക്കുക, പൊട്ടാസ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുതേ. ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, നമുക്ക് ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്. മൂന്നാമത്തെ ഷെല്ല് നമുക്ക് മാക്സിമം 18 വയ്ക്കാമെന്ന് പഠിച്ചു. പക്ഷേ മൂന്നാമത്തെ ഷെല്ല് ഏത് ഷെല്ലാണെങ്കിലും ഏറ്റവും അവസാനം വരുന്ന നമ്പർ 8 കൂടാൻ പാടില്ല. അതൊരു നിയമമാണ്. ഓക്കെ, 8 കൂടാൻ പാടില്ല. ലാസ്റ്റ് ഷെൽ, ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം, the maximum number of electrons that can be accommodated in the outermost shell is 8. ഏറ്റവും പുറമെയുള്ള ഏറ്റവും അവസാനമുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോണിൽ താഴെ, 8 അല്ലെങ്കിൽ 8 താഴെ, 8 മേലോട്ട് വരാൻ പാടില്ല. 9 വരാൻ ഒരു കാരണവശാലും പാടില്ല. 8 മാക്സിമം. അതിനൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട്, നമുക്ക് വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ 8 മേൽ 9 വരാൻ പാടില്ല. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8, 8, 1. മനസ്സിലായോ? അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കുക. 2, 8, 8, 1 എന്ന് കൊടുക്കുക. അപ്പോൾ അടുത്ത 20 അറ്റോമിക് നമ്പർ വരുമ്പോഴോ 2, 8, 8, 2. അവസാനം വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നടുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ 2, 8, 18, 8 ഇങ്ങനെ വരാം. മൂന്നാമത്തെ ഷെല്ല് 18 വരാം. പക്ഷേ ലാസ്റ്റ് ഷെല്ല് വരികയാണെങ്കിൽ മാത്രം, ഔട്ടർമോസ്റ്റ് ഷെല്ല് വരികയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഏറ്റവും അവസാനത്തെ നമ്പർ ഒരു കാരണവശാലും
8ൽ കൂടാൻ പാടില്ല. അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയമം. ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ മനസ്സിലായല്ലോ. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായി. അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇലക്ട്രോണിൻ്റെ എണ്ണം നമുക്ക് കിട്ടും. ആ ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഓർഡർ, അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് നീൽസ് ബോറാണ് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ നീൽസ് ബോറിൻ്റെ ഐഡിയ അനുസരിച്ച് KLMN എന്നിങ്ങനെ 4 ഷെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തു. K ഷെല്ല് മാക്സിമം 2 ഇലക്ട്രോൺ, L ഷെല്ല് 8 ഇലക്ട്രോൺ, M ഷെല്ല് 18 ഇലക്ട്രോൺ, എന്നിൽ 32 ഇലക്ട്രോൺ ഇത്രയും വെക്കാമെങ്കിലും അവസാനത്തെ ഷെല്ലാണെങ്കിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലാണെങ്കിൽ മാക്സിമം 8 ഇലക്ട്രോൺ മാത്രമേ വെക്കാൻ പറ്റൂ എന്ന് ഓർത്തിരിക്കുക. എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് 2, 8 ആദ്യം വരുന്ന ആദ്യത്തിൽ 2, ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടോ നോക്കുക. 15 ആണെങ്കിൽ ആദ്യത്തിൽ 2 വെച്ച് കഴിഞ്ഞാൽ ബാക്കി 13, അതിൽ 8 എടുത്ത് രണ്ടാമത്തിൽ വയ്ക്കുക. അപ്പോൾ മൊത്തം 10, ബാക്കി 5. ക്ലിയറായോ? ഈ 5 അവസാനിപ്പിക്കുക. അപ്പോൾ 2, 8, 5 ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങളിനി നിങ്ങളുടെ ആ പീരിയോഡിക് ടേബിൾ എടുത്ത് വെച്ചിട്ട് ആ ഒരു 18 വരെയുള്ള എലമെൻറ്റ്സ് എല്ലാം ഒന്ന് എഴുതിയിട്ട് അതിൻ്റെ അറ്റോമിക് നമ്പർ എല്ലാം ഒന്ന് എഴുതിയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം ഒന്ന് എഴുതി നോക്കി. വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ടിപ്സിന് മാത്സിൻ്റെയും സയൻസിൻ്റെയും മലയാളത്തിൻ്റെയും ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ നല്ലതാണെങ്കിലോ നിങ്ങൾ കമൻറ്റ് ഒന്ന് ചെയ്തേക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. എല്ലാവരും പഠിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.